എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറേ കല്യാണം വീഡിയോസാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കല്യാണം എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ കസിൻ്റെ, റാഷിൻ്റെ കസിൻ്റെ, കൂടാതെ എൻ്റെ ഉമ്മാൻ്റെ കസിൻ്റെ മോൾ, അങ്ങനെ കുറേ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കല്യാണ വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ കസിനായിട്ടുള്ള അമ്മീൻ്റെ കല്യാണമാണ്. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ് അമ്മി. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ട് ഒരു ബ്രൈഡ് ടു ബി കൊടുത്തായിരുന്നു. അതൊരു ബീച്ചിലായിരുന്നു കേട്ടോ കൊടുത്തത്. നമ്മൾ ബീച്ചിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ട് അമ്മീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അമ്മീൻ്റെ 2 ബ്രദറിൻ്റെ വൈഫ് ഹന്നാവും ജാസ്മിൻ കൂടിയിട്ടാണ് അമ്മീനെ കൊണ്ടുവന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഇതെൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഉപ്പാൻ്റെ പെങ്ങന്മാർ, ഏട്ടനിയന്മാർ, ഭാര്യമാർ, മക്കളൊക്കെയാണ്. ഈ ഒരു ബ്രൈഡ് ടു ബിൻ്റെ കളർ തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇതാണ് എൻ്റെ ആദമൻ്റെയും സെനിൻ്റെയും ഡ്രസ്സ്. അപ്പോൾ സെയിന് കുറച്ച് കഴിഞ്ഞിട്ട് ഷൂ ഒക്കെ ഊരിയിട്ട് പിന്നെ ബീച്ചിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി. അവർ കുറേ പിള്ളേരുണ്ടായിരുന്നു കളിക്കാൻ. അമ്മീസ് ബീച്ച് പാർട്ടി ഒരു പോസ്റ്റർ ചെയ്തത് റാഷിയാണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തത് ബോയ്ക്കാനം തന്നെയുള്ള ബിസ്മില്ലാണ്. ബിസ്മില്ല നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ പന്തൽ വർക്കൊക്കെ ചെയ്യുന്നത് അവരാണ്. നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കിയത് ബൽക്കിയാണ്. ബൽക്കി 2 കേക്കാണ് ഈ ഒരു ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. തിന്നാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങളെ ഫാമിലിയിൽ എല്ലാവരും ബൽക്കിൻ്റെ കേക്കിൻ്റെ ഫാൻസാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ബൽക്കിൻ്റെ കേക്ക്. അമ്മി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മീൻ്റെ സിംഗിൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരു 3 ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ ബ്രൈഡ് ടു ബി വെച്ചത്. 3 ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്മീൻ്റെ കല്യാണമാണ്. അമ്മി ഒരു ഡോക്ടറാണ്. മാംഗ്ലൂർ ഏനപ്പോയിൽ നിന്ന് BDS കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അമ്മി. അമീന ഫർവീൻ എന്നാണ് പേര്. ഞങ്ങൾ അമ്മി എന്നാണ് വിളിക്കൽ. ഇത് ഷഫ, സുൽഫ, ഞങ്ങളെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കൾ സെരീപുച്ച, സലാമുച്ച അവരുടെ മക്കളാണ്. സെരീപുച്ചാൻ്റെ വൈഫിൻ്റെ പേര് ഷായദ, സലാമുച്ചാൻ്റെ വൈഫിൻ്റെ പേര് കുബ്ര. ഈ വീഡിയോസിൽ ഞാൻ കാണിക്കാം അവരെ. ഇതാണ് ഷായദമായും കുബ്രമായും എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കബീറിൻ്റെ കല്യാണം കഴിഞ്ഞ പാടായിരുന്നു ഈ കല്യാണവും. ഇതെൻ്റെ കുഞ്ഞാൻ്റെ മക്കളാണ്. ഫസ്റ്റ് ഉള്ളത് ജോവ, സെക്കൻഡ് ഉള്ളത് ഫാന, ഇർഫാന, അത് പേര് ഫാന എന്ന് വിളിക്കൽ. ഇതെൻ്റെ മൂത്താൻ്റെ മോളാണ് സിയാനാൻ്റെ ഈ സമയത്ത് കല്യാണമൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആപ്പാൻ്റെ മോനെ ജൂബീൻ്റെ ബ്രദറാണ്. ഇതാണ് ജുനുവിൻ്റെ വൈഫ് സിനി. ഇതാണ് ഇവരുടെ ഫാമിലി. സിനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. നല്ല രസമാണ് സിനിൻ്റെ വ്ളോഗ്സൊക്കെ കാണാൻ, എനിക്കിഷ്ടമാണ്. സിനിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഇതെല്ലാം എൻ്റെ കസിൻ ബ്രദേഴ്സാണ്. ഫസ്റ്റ് ഉള്ളത് എൻ്റെ മൂത്താൻ്റെ മോൻ അസ്ലു, രണ്ടാമത്തെ ജുനൈദിനെ ഞാൻ ഓൾറെഡി കാണിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ ബ്രദറാണ്. പിന്നെ ഉള്ളത് കുഞ്ഞാൻ്റെ മോന് സെരീപുച്ച. പിന്നെ ഉള്ളത് എൻ്റെ ആപ്പാൻ്റെ മോനാണ് ഫസ്ലു. പിന്നെ ഉള്ളത് എൻ്റെ വേറൊരു കുഞ്ഞാൻ്റെ മോന് ചെപ്പു. അപ്പോൾ ഇതിൽ ഷെഫാനും സുൽഫാനും ഞാൻ ഓൾറെഡി പറഞ്ഞ്. ഇതിലവരെ കൂടെയുള്ള ഈ ഫസ്റ്റ് ഉള്ളത് നെജ, എൻ്റെ മൂത്താൻ്റെ മോൾ ചേച്ചീൻ്റെ മോളാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളത് ഷെബാണ്, അതെൻ്റെ ആപ്പാൻ്റെ മോളാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം ഞങ്ങളുടെ ഫാമിലിയിൽ മരുമക്കളാണ്. അവരെല്ലാവരും കൂടി ഒരു വീഡിയോക്ക് പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് എൻ്റെ മൂത്താൻ്റെ മോന് അസ്ലു, ഞാൻ ഓൾറെഡി കാണിച്ച അസ്ലുവിൻ്റെ വൈഫാണ് പൊച്ചി. പിന്നെ ഉള്ളത് സിനി, ജുനുവിൻ്റെ വൈഫാണ്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. പിന്നെ ഉള്ളത് സെരീപുച്ചാൻ്റെ വൈഫ് ഷായദമായി, സലാമുച്ചാൻ്റെ വൈഫ് കുബ്രമ്മായി, എൻ്റെ കുഞ്ഞാൻ്റെ മക്കളുടെ വൈഫ് ആണ്. ഞാൻ 2 ആളെയും കാണിച്ചായിരുന്നു മുമ്പ്. പിന്നെ ഉള്ളത് എൻ്റെ മൂത്താൻ്റെ മോന് അസറപ്പുച്ചാൻ്റെ വൈഫ് സെബിത വാബി. അതിൻ്റെ അടുത്തുള്ളത് അറാസിൻ്റെ വൈഫ് ജാസ്മി അറാസ്, കല്യാണ പെണ്ണിൻ്റെ ബ്രദറാണ് എൻ്റെ കുഞ്ഞാൻ്റെ മോന്. പിന്നെ ഉള്ളതിൻ്റെ വേറൊരു കുഞ്ഞാൻ്റെ മോന് ഇല്യാസിൻ്റെ വൈഫ് അനീസ. ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ് എൻ്റെ. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ കുട്ടിപ്പട്ടാളം. പിന്നെ ലൈറ്റിങ് കുറയുന്നതിന് മുമ്പ് മാക്സിമം ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. എല്ലാവരും ഫാമിലിയായിട്ടും സിംഗിളായിട്ടൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. ഞങ്ങളുടെ വലിയൊരു ഫാമിലിയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ ഫാമിലിയാണ്. ഇതെല്ലാം എൻ്റെ മൂത്തമ്മ, ആമ എല്ലാവരാണ്. ഇതിൽ ഞങ്ങൾ മരുമക്കളുടെ കൂടെ ഞങ്ങൾ മക്കളും കൂടെ നിന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഉള്ളത് ഷാനി, എൻ്റെ മൂത്താൻ്റെ മോളാണ്. പിന്നെ സിയാനാനെ ഞാൻ ഓൾറെഡി കാണിച്ചു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, മുമ്പ് അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കുറഞ്ഞ് വന്ന് ഇപ്പോൾ ലാസ്റ്റ് അമ്മേൻ്റെ കുറച്ച് എൻഡിങ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഒക്കെ നിർത്തിയതിന് ഞങ്ങൾ ഫാമിലിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കോളൗട്ട് ഫാമിലി. ഉപ്പ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പാൻ്റെ ഉമ്മക്ക് 13 മക്കളാണ്. 9 ആൺമക്കളും 4 പെൺമക്കളും. അപ്പോൾ അവരുടെ എല്ലാം മക്കളും മരുമക്കളും പുള്ളിമക്കളും മക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയാണിത്.
അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ 100K സെലിബ്രേഷൻ കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ 100K ആയിട്ടുണ്ട്. ഇത് ജനുവരിയിലെ വീഡിയോ ആണ്, അപ്പോഴേ ആയതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു. അപ്പോൾ എനിക്ക് സിൽവർ ബട്ടണും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അമേരിക്കയിലെ അഡ്രസ്സിലേക്ക് റാഷിൻ്റെ അടുത്തേക്കാണ് വന്നത്. കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യും ഇൻഷാ അള്ളാ. ഇതിലേക്കുള്ള കേക്കും വലിക്കാനുണ്ടാക്കിയത് ഫാമിലി എല്ലാവരായിട്ട് അവിടെ അത് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇത് അമ്മീൻ്റെ കല്യാണമായി. 3 ദിവസത്തെ കല്യാണമാണ്. ഇത് വെള്ളിയാഴ്ചത്തെ ഫംഗ്ഷനാണ്. കല്യാണ പെണ്ണ് റെഡിയായി നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ കുഞ്ഞാൻ്റെ മോള് ഇർഫാന, അപ്പുറത്തുള്ളത് ജുബി. അവരെല്ലാം കാണിച്ചതാണ് മുമ്പ്. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അൻഷി, ഇത് സിയാന മൂത്താൻ്റെ മോള്. പിന്നെ ഞങ്ങളൊരു ഫാമിലി ആയിട്ടൊരു വീഡിയോ എടുത്തു. ഞാനും ബൽക്കി അൻഷിയും കൂടെ നിന്നിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മീനെ ഒരുക്കിയത് കാണാൻ. ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മക്കളും മരുമക്കളും ആണ് അധികയിലുള്ളത്. അപ്പോൾ കസിൻസിൻ്റെ വൈഫും ഞങ്ങൾ മക്കളും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഏട്ടൻ്റെ അനിയൻ്റെ ഒക്കെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ മക്കളും മരുമക്കളും, അതാണ് ഈ ഒരു ടീം. ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും നല്ല കമ്പനിയാണ്. എല്ലാ ഭാബിമാരും നമ്മളെ പ്രായത്തിലുള്ള കസിൻസിൻ്റെ വൈഫുമാരെല്ലാം നല്ല കമ്പനിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. നല്ല രസമാണ് ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം. ഭയങ്കര കളിയും ചിരിയാണ്. ഈ ഫസ്റ്റിൽ കാണുന്ന 2 എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് 2. പിന്നെ ഈ റെഡ് ഇട്ടത് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, മൂത്തമ്മാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് നല്ല രസമായിരുന്നു. പന്തലൊക്കെ ഇട്ടിട്ട് പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കല്യാണ ദിവസമാണ്. ശനിയാഴ്ച ആയിരുന്നു കല്യാണം. ഞായറാഴ്ച നമ്മൾ ചെക്കൻ്റെ വീട്ടിലെല്ലാം പോകുന്നത്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്കെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, എൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെയാണ് ഉണ്ടായത്. ഫുള്ള് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. റീൽസിൽ കണ്ട് ഒരുപാട് പേര് ഡ്രസ്സിനെ പറ്റി ചോദിച്ചായിരുന്നു. ഇത് സെനോറാന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. കല്യാണ ദിവസം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രദറും വൈഫാണ് ഇത്, കബീറും വൈഫ്. അപ്പോൾ അവരെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു. അവരെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മീൻ്റെ കല്യാണം. ഇതെൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഉമ്മു. അപ്പോൾ ഉമ്മുവിനെ ഞാൻ ഈ മംഗലത്തിന് കണ്ടിട്ടാകുമ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോസ്. ഉമ്മു ഞങ്ങളെ ഫാമിലിയാണ്, എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ വാട്സപ്പിൽ ഏകദേശം ഉണ്ടെന്ന ഒരു ഫ്രണ്ടാണ്. അന്നത്തെ ദിവസം എനിക്ക് മക്കളുടെ കൂടെ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ മണവാട്ടിപ്പണ്ണിൻ്റെ കൂടെ എടുത്തൊരു വീഡിയോ ആണ്. ഇതാണ് സെയിൻ്റെ ഡ്രസ്സ്, ഇതാണ് ആദമിനടിച്ച ഡ്രസ്സ്. അമ്മി ഇന്നും നല്ല സുന്ദരിയായിട്ടുണ്ട് മാഷാ അള്ളാ. കല്യാണം പാതിര വരെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എൻ്റെ ഒരു വീഡിയോസൊന്നും അത്ര ഇല്ല ഇടാൻ. ഇത് കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം. ഇന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നതും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെയാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. ഞാനും ബൽക്കി അൻഷിയൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. ഇതൊക്കെ ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് പുതിയാപ്പിള വരുന്ന ടൈമാണ്. പുതിയാപ്പിള വന്നു കഴിഞ്ഞാൽ പിന്നെ അറയിലാക്കൽ, മാലയിടൽ, പിന്നെ അവിടെ നിന്ന് വന്ന ആൾക്കാരെല്ലാം ഫുഡൊക്കെ കഴിച്ച് പിന്നെ പെണ്ണിനെ കൊണ്ടുപോകലാണ്. അങ്ങനെ അമ്മീൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് കല്യാണമാണ്. ഇത് റാഷീൻ്റെ കുഞ്ഞാൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അമ്മീൻ്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ബ്രൈഡ് ടു ബിക്കായിട്ട് ഇതാ ഞാനും സെയിനും
ഉപ്പാൻ്റെ കൂടെ പോകുന്നുണ്ട്. കാസർഗോഡ് ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു വൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് ചെയ്യുന്നൊരു ചെറിയൊരു അടിപൊളി റൂമാണ്. അപ്പോൾ അവിടെ ആണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ് കോഡിലാണ്. ഇതാണ് നമ്മൾ ഡ്രസ് കോഡ് ഓൺലൈനിൽ വരുത്തിച്ചതാണ്. ഞാൻ ആദമിനെ കൊണ്ടുവന്നിട്ടില്ല, സെനിനെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. സെനിനും ഞാൻ റെഡ് ഡ്രസ്സ് തന്നെയാണ് ഇടിച്ചത്. അപ്പോൾ ആദമിനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് വന്നത്. കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആദമിനെ കൊണ്ടുവരാത്തത്. റാഷിൻ്റെ കുഞ്ഞാൻ്റെ മോളും മോനും രണ്ടാളും കല്യാണമാണ് കേട്ടോ. ഇതാണ് കുഞ്ഞാൻ്റെ മോളും മോനും. അവരുടെ രണ്ടാളെ കല്യാണം ഒന്നിച്ചിട്ടാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും വെച്ചിട്ട് പാട്ടുപാടലും ഒപ്പന മുട്ടലൊക്കെ ആയിരുന്നു. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു ഞാനും സെന്നും. പിന്നെ അല്ലാണ്ട് നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ റീലൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് റാഷിൻ്റെ പെങ്ങളും ഏട്ടൻ്റെ വൈഫാണ്. ഞങ്ങൾ മൂന്നാളും ഒരു റീലെടുത്തതാണ്. ബ്രൈഡ് ടു ബിയും ഗ്രൂം ടു ബി ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണമായി. ഇന്ന് ഹൽദിയാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇത് റാഷിൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോൻ്റെയും മോളുടെയും രണ്ടാളുടെയും കല്യാണമാണ്. അതുകൊണ്ട് തന്നെ 4 ദിവസമാണ് കല്യാണം ഉള്ളത്. വെള്ളിയാഴ്ച സ്റ്റാർട്ടിങ്, വെള്ളിയാഴ്ച ഇപ്പം ഇന്ന് ഹൽദിയാണ്. സെയിനിന് ആദമിന് ഞാൻ ഒരേപോലത്തെ ഷർട്ടാണ് എടുത്തത്, അതിലേക്ക് ബ്ലാക്ക് പാൻറ്റും. ഈ കല്യാണം നടക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഈ ഫംഗ്ഷനൊക്കെ പോയത്. അപ്പം ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹൽദി ആഘോഷമൊക്കെ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ മണവാട്ടി ഷാലിമ. ഷാലിമ എനപ്പോയ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആണ് പബ്ലിക് ഹെൽത്തിൽ. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തിട്ടുണ്ട് അതേ സബ്ജക്റ്റിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹൽദിക്ക് മഞ്ഞ കളർ ഡ്രസ്സാണ് ഇട്ടത്.
ഹൽദി കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെയായിരുന്നു രംഗോളിയും. ഇപ്പോൾ രംഗോളിക്ക് ഇതാണ് എൻ്റെ ഡ്രസ് കോഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു രംഗോളിക്ക് ബ്ലാക്കും പിന്നെ ആ ഒരു രംഗോളി ഷോളുമാണ് ഡ്രസ് കോഡ്. അപ്പോൾ ഞാൻ ശാലിമായി ഇങ്ങനത്തെ റീൽസ് എല്ലാത്തിലും എടുത്തായിരുന്നു, മെഹന്തിക്കും കല്യാണത്തിനെല്ലാം. അപ്പോൾ ഇത് എൻ്റെ പെങ്ങളാണ്, റാഷിൻ്റെ പെങ്ങൾ ആബി. അങ്ങനെ ഹൽദി രംഗോളിയൊക്കെ കഴിഞ്ഞു. ഇനി മെഹന്തി നൈറ്റാണ്. അപ്പോൾ മെഹന്തിക്ക് ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഡിസൈൻ ചെയ്യിപ്പിച്ച ഡ്രസ്സാണ്. കല്യാണത്തിൻ്റെ രാത്രിയായിരുന്നു ഞാനിതിട്ടത്. സെയിനും ആദമിനും ഞാൻ പിങ്ക് കളറിലുള്ള കുർത്ത തന്നെയാണ് ഇടിയിച്ചത്. അപ്പോൾ ഇത് അവരുടെയും കബീറിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് തന്നെ, കല്യാണത്തിൻ്റെ രാത്രി അവരുടെ ഡ്രസ്സായിരുന്നു. അപ്പോൾ ആദം ചെറിയ കുഞ്ഞായിരുന്നു, 2 മാസം ചെറിയ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ആദമിന് ഈ സമയത്ത് കല്യാണ സമയത്ത് ആദമിന് 6 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകമായിരുന്നു. അന്ന് ഇട്ടപ്പോൾ ഭയങ്കര ലൂസായിരുന്നു, ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ മെഹന്തി കല്യാണത്തിനായിട്ട് വന്നിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങി, പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇത് റാഷിൻ്റെ കസിന് സെയ്ബും മോളും ആണ്. അപ്പോൾ കുഞ്ഞാൻ്റെ മോനെയും മോളിയും, അതായത് കല്യാണ ചെക്കനും കല്യാണ പെണ്ണും, ഇവരെ രണ്ടാളുടെയാണ് കല്യാണം കേട്ടോ. അപ്പോൾ അവർ കാണിച്ചു തരാം. ഇത് എൻ്റെ ഫാമിലി, എൻ്റെ റാഷിൻ്റെ ഉമ്മ, പെങ്ങൾ, ഏട്ടൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാവരും നിന്നൊരു ഫാമിലി പിക്കാണ്. അങ്ങനെ രാത്രിയത്തെ മെഹന്തി കല്യാണമെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ കല്യാണമാണ്. അപ്പോൾ ഞാൻ റെഡ് ഡ്രസ്സ് അമ്മീൻ്റെ കല്യാണത്തിന് എടുത്ത് അത് തന്നെയാണ് ഇന്നിട്ടത്. ആദമിന് അത് തന്നെയാണ് ഇടിച്ചത്. സെയിനിന് അത് മഞ്ഞക്കുർത്തക്ക് പകരം റെഡ് കുർത്തയാണ് ഇടിച്ചത്. അപ്പോൾ ഈ മഞ്ഞക്കുർത്തയും റെഡ് കുർത്ത എല്ലാം സെനുക്ക് ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. അമേരിക്കയിലുണ്ടാകുമ്പോഴത്തേക്ക് ഇക്ക നാട്ടിൽ നിന്ന് കൊണ്ടു തന്നെയായിരുന്നു. അപ്പോൾ സെനു ചെറിയ കുഞ്ഞായിരുന്നു, ഇപ്പോഴാണ് സെനുവിന് പാകമായത്. ആദമിൻ്റെ ഡ്രസ്സ് ബേബി ഫ്രഷ് എന്നാണ് എടുത്തത്. ഞാൻ റെഡിയായ പാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. ഇപ്പോൾ അതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് കല്യാണത്തിൻ്റെ ഞാനിങ്ങനെ ഒരു റീൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞാൻ ഇൻസ്റ്റയിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഷോർട്ടായി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് പെങ്ങൾ ഇതുപോലെ എടുത്തായിരുന്നു. അബി ഇതുപോലത്തെ കുറേ വീഡിയോ എടുത്തു. ഇതിലുള്ളത് ഫസ്റ്റ് എൻ്റെ ഏട്ടൻ്റെ വൈഫാണ്. പിന്നെ ഉള്ളത് റാഷിൻ്റെ കസിൻസിൻ്റെ വൈഫാണ്. സീബു അമ്മായി, താഹിർ അമ്മായി, ബദ്രു അമ്മായി, സുഫൈജ് അമ്മായി. അതേസമയം എനിക്ക് വേറൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ കസിൻ്റെ മോളെ കല്യാണം. ഉമ്മ കസിൻസിനോടൊക്കെ ഭയങ്കര ക്ലോസ് ആണ്, ഒരു നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം വീട്ടിലല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ കല്യാണം നടക്കുന്ന പോലെ തന്നെയായിരുന്നു ആ കല്യാണമൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് മുസഫിറ. ഞങ്ങൾ വീടിൻ്റെ അടുത്തിട്ട ഇവരെ വീട്. ഉമ്മാൻ്റെ കാക്കാൻ്റെ മോള് ബീബിൻ്റെ മോളാണ്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ആദമനും സെയിനും വൈറ്റ് കുർത്തയാണ് ഞാൻ ഇടിയിച്ചത്. പിന്നെ കാക്കാൻ്റെ മക്കളൊക്കെ വന്ന് അവരെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ കല്യാണം. പിന്നെ പിള്ളേരൊക്കെ കൂടിയായിട്ട് നമ്മളത്തേക്ക് സെയിന് ഭയങ്കര ഹാപ്പിയായി, അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നുമയാണ് ആദമിനെ എടുത്തിട്ടുള്ളത്. നുമക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദമിനെ. നുമ സാബിറാൻ്റെ മോളാണ്, എൻ്റെ കാക്കാൻ്റെ മോളാണ് സാബിറ.
അപ്പോൾ ഷെസ്രി, ഷെസ്മി, നൈഫ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല കളിയാണ്. പിള്ളേരെല്ലാം കൂടെ പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പിയാണ്. പിന്നെ നുമ ആദമിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ വീഡിയോയും കൂടെ ഇങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ച്. പിന്നെ രാത്രി മണവാട്ടിപ്പെണ്ണിനെ ഇരുത്തിയിട്ട് നമ്മൾ കൈകൊട്ടിപ്പാട്ടും ഒപ്പന മുട്ടലിലാണ്. പിറ്റേ ദിവസം ഹാളിലായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ ഒത്തുകൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇതൊക്കെ ഉമ്മാൻ്റെ കസിൻസിൻ്റെ ഭാര്യമാരൊക്കെയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നല്ല കൂട്ടാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമാണ്, നല്ല ഫ്രണ്ട്സ് പോലെയാണ് അമ്മായിമാരെല്ലാം. അപ്പം ഞാൻ അമ്മീൻ്റെ മംഗലത്തിൻ്റെ സെയിം ഡ്രസ്സ് തന്നെയാണ് ഈ ഫംഗ്ഷൻ ഇട്ടത്. ആദമിന് അതേ ഡ്രസ്സ് തന്നെയാണ് ഇടിയിച്ചത്. സെയിനും റെഡ് കളറിലുള്ള കുർത്ത തന്നെയാണ് ഇടിയിച്ചത്. ഞങ്ങളെല്ലാവരും ഹാളിൽ ഇരുന്ന് ഇപ്പോൾ പുതിയാപ്പിളൊക്കെ വരുന്ന ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കല്യാണത്തിന് പോയപ്പോൾ അതാ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഞങ്ങളെ ഫാമിലി ആയിട്ടുള്ള സോരളമ്മ അവർ കണ്ടതാണ്. അപ്പോൾ അവരെ കൂടെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ വാട്സാപ്പിൽ ഒത്തിരി സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ വേറൊരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. എപ്പോഴും കല്യാണം തന്നെയാണ് കേട്ടോ നാട്ടിൽ വന്നിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് എപ്പിൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണമാണ്. അതേപോലെ എൻ്റെ ഫ്രണ്ട് മുനീറിൻ്റെ ഉമ്മാരുടെ അനിയത്തിൻ്റെ മോളും കൂടെ ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ഫ്രണ്ട്സിൻ്റെയും വിളിയുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കല്യാണമാണ്. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ വന്നിട്ട് കല്യാണം തന്നെയാണ്. ഇത് എൻ്റെ 10th ബെസ്റ്റ് ഫ്രണ്ട് താനീൻ്റെ അങ്ങളുടെ കല്യാണത്തിന് പോകുന്നതാണ്. എപ്പോഴും കല്യാണം തന്നെയാണ്. കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി. അപ്പോൾ ഇതാ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ 10th ഫ്രണ്ട്സ്. ബുഷ്ര +2 ഫ്രണ്ടാണ്. MB, ജുബി, എപ്പി ഞാനെല്ലാം 10th ഫ്രണ്ട്സാണ്. ഇപ്പോൾ സുനിയും കൂടെ വന്നിട്ടുണ്ട്. പച്ച ചുരിദാറിട്ടതാണ് സുനി. ഫസ്റ്റ് ഉള്ളത് MB, പിന്നെ ഉള്ളത് എപ്പി, പിന്നെ ജൂബി, പിന്നെ ബുഷ്ര, ലാസ്റ്റ് കാണുന്ന സുനി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അതും കുറേ സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിലെ കല്യാണ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.